പള്ള, വായ, ചവക്കുന്ന ഏർപ്പാടുകൾ, ദഹന പചന പ്രക്രിയകൾ, അതിനൊക്കെ ഒരു കണക്കുണ്ട്. ഈ കൊച്ചു ശരീരത്തിലേക്ക് വേണം ഇതൊക്കെ അടിച്ചു കയറ്റാൻ. അതിനാൽ എല്ലാത്തിനും കണക്കുണ്ട്. അപ്പൊ സുഹൃത്തെ, നമ്മുടെ ബുദ്ധി കൊണ്ട് പണമുണ്ടാക്കി സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് നമുക്ക് എത്രമാത്രം ഉപയോഗിക്കാം. അതിന് പകരം മരണത്തെപ്പറ്റി ഓർക്കുമ്പോൾ മരണാനന്തരം നമുക്ക് കൂലി കിട്ടുന്ന, മരണാനന്തരം നമുക്ക് ഉപകരിക്കുന്ന, മരണാനന്തരം നമ്മുടെ ഖബറിലേക്ക്, നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമാനം വർദ്ധിക്കുന്ന, വരുമാനം ലഭിച്ചുകൊണ്ടിരിക്കുന്ന എന്ത് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നാണ് ബുദ്ധിയുള്ളവരുടെ ആലോചന. എങ്കിൽ ഈ സദസ്സിലിരിക്കുന്ന നമുക്ക് ബുദ്ധിയുണ്ടോ ഇല്ലേ? ആരാണ് ബുദ്ധിയുള്ളവർ? ആലോചിക്കണം. മരിച്ചു പോകും, മരിച്ചാൽ അവസാനിക്കുകയായി. നിസ്കരിക്കാൻ പോകുന്ന മനുഷ്യ മരിച്ചാൽ നിസ്കരിക്കാൻ പോകാൻ കഴിയൂല. അപ്പൊ എന്ത് വേണം? നേരത്തെ പോകണം. പെണ്ണുങ്ങളെ 5 നേരം പള്ളിയിൽ പോകാറുണ്ടോ? പള്ളിന്റെ മുമ്പിൽ കൂടെ പോകുമ്പോൾ, പള്ളിയുടെ മുന്നിലൂടെ പോകുമ്പോൾ നിസ്കാരത്തിന്റെ സമയമായി ഭർത്താവ് ഭാര്യയോട് പറയാ, നീ വീട്ടിലേക്ക് കടന്നോ, ഞാൻ നിസ്കരിച്ചിട്ട് വരാം. ബുദ്ധിയുണ്ടോ? തന്റെ ഇടമുണ്ടോ? ബുദ്ധിയുള്ള പെണ്ണും ആണും എന്താ പറയുന്ന? നിസ്കരിക്കാൻ പള്ളിയിലെത്തുക, മഗ്‌രിബിന് പള്ളിയിലെത്തുക, നമുക്ക് മഗ്‌രിബിന് കഴിഞ്ഞിട്ട് പോകാം, ളുഹറിന് പള്ളിയിലെത്തുക, നിസ്കരിച്ചിട്ട് പോകാം, നിസ്കരിക്കാൻ പള്ളിയിലേക്ക് തിരിച്ചു വരാം. മഗ്‌രിബാകാൻ 5 മിനിറ്റ് ഉള്ളൂ, നമ്മൾ പള്ളിയിൽ പോവുക, നിസ്കരിച്ചിട്ട് പോകാം, അതുവരെ ലേശം കാത്തിരിക്കുക പള്ളിയിൽ. ഇതല്ലേ ബുദ്ധി? ഇതല്ലേ വിവേകം? ഇതല്ലേ തന്റെ ഇടം? ആണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാ നമ്മളെ പടച്ചത്? കച്ചവടം ചെയ്യാനാ? കൃഷി ചെയ്യാനാ? ജോലി ചെയ്യാനാ? വെച്ചുണ്ടാക്കാനാ? മക്കളെ പോറ്റാനാ? ഭാര്യയാനാ? ഭർത്താവാകാനാ? അല്ല. അല്ലാഹു നമ്മളെ പടച്ചത് നിസ്കരിക്കാനാണ്. സക്കാത്ത് കൊടുക്കാനാ? നോമ്പ് വിൽക്കാനാ? ഹജ്ജ് ചെയ്യാനാ? ആർക്കെങ്കിലും വല്ല സംശയങ്ങൾ ഉണ്ടെങ്കിൽ എഴുതി ചോദിക്കണേ. അല്ലാഹു നമ്മളെ പടച്ചത് കച്ചവടം ചെയ്യാനല്ല, കൃഷി ചെയ്യാനല്ല, ജോലി ചെയ്യാനല്ല, ജീവിക്കാനല്ല. അല്ലാഹു നമ്മളെ പടച്ചത് നിസ്കരിക്കാൻ വേണ്ടിയാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവംശത്തെയും ജിന്നവംശത്തെയും ഞാൻ പടച്ചിട്ടുള്ളത് അവർ എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടി, അല്ലാതെ മറ്റൊന്നിനുമല്ല. മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ. അവരിൽ നിന്ന് ഞാൻ യാതൊരു അന്നവും ആഗ്രഹിക്കുന്നില്ല. വമാ ഉരീദു അൻ യുത്ഇമൂൻ. അവർ എനിക്ക് തിന്നാൻ തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതാണ് പടച്ച തമ്പുരാൻ പറഞ്ഞത്. അപ്പോൾ മൊബൈലുകൾ സൈലന്റ് ആക്കിയിട്ടില്ല അല്ലേ? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവംശത്തെയും ജിന്നവംശത്തെയും ഞാൻ പടച്ചിട്ടുള്ളത് അവരെന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ്. നല്ല ബുദ്ധിയുള്ള വർത്തമാനം, ബുദ്ധിയുള്ള നീക്കങ്ങൾ, നോട്ടങ്ങൾ, നിലപാടുകൾ, ഇടപാടുകൾ, ഏർപ്പാടുകൾ, ഇടപെടലുകൾ എല്ലാം നടത്തുന്ന സഹോദര, നമ്മുടെ ബുദ്ധി എന്തിനു വേണ്ടി ഉപയോഗിക്കണം? അപ്പോൾ മരണത്തോടുകൂടി എല്ലാം അവസാനിക്കരുത്. ബുദ്ധിയുള്ള മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നു? ഇൻഷൂർ ചെയ്യുന്നു. അത് ബുദ്ധിയാണോ? നിങ്ങൾ ചിന്തിക്കുക. ഞാൻ മരിച്ചാൽ എൻ്റെ മക്കൾക്ക് 10 ലക്ഷം കിട്ടണം, 20 ലക്ഷം കിട്ടണം. ഭാര്യ ഭർത്താവിന് വേണ്ടി, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി, മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ഇൻഷൂർ ചെയ്യുന്നു. ആ ഇൻഷൂർ ചെയ്യുന്നത് പലിശയുടെ അടിത്തറയിലോ അധ്വാനത്തിന്റെ അടിത്തറയിലോ? പലിശയുടെ അടിത്തറയിലോ അധ്വാനത്തിന്റെ അടിത്തറയിലോ? പലിശ എന്നത് ആരാന്റെ കണ്ണുനീരാണ്. പലിശ എന്നത് ആരാന്റെ ചോരയാണ്. പലിശ എന്നത് ആരാന്റെ നെടുവീർപ്പാണ്. പൊരുത്തമില്ലാത്ത മുതലാണ്. ബുദ്ധിയുള്ള ഒരാളും പലിശ കൊടുക്കുകയില്ല. ബുദ്ധിയുള്ള ഒരാളും പലിശ വാങ്ങുകയില്ല. ആരാന്റെ കണ്ണീര് കുടിപ്പിക്കാൻ ബുദ്ധിയുള്ളവർക്ക് അനുവാദമുണ്ടോ? അന്യരെ വിഷമിപ്പിക്കാൻ അനുവാദമുണ്ടോ? ബുദ്ധിയുള്ള ഒരാളും ബാങ്കിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയില്ല. ലീഗായാലും കോൺഗ്രസ് ആയാലും ദള്ളായാലും BJP ആയാലും CPI ആയാലും CPM ആയാലും. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. വീഡിയോക്കൊലായ്മെന്ന് വർത്താനം പറയണ്ട. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എഴുതി ചോദിക്കാം. കാരണം പലിശയുടെ അടിത്തറ ആരാന്റെ കണ്ണുനീരാണ്, ആരാന്റെ ചോരയാണ്. കണ്ണുചോരയില്ലാത്ത സ്ഥാപനമാണ് പലിശ. ബുദ്ധിയുള്ളവൻ അത് വാങ്ങുമോ? ബുദ്ധിയുള്ളവൻ അത് കൊടുക്കുവോ? ഇല്ല. അപ്പോൾ ഇൻഷുറൻസ്, നമ്മുടെ മരണശേഷം നമ്മുടെ മക്കൾക്ക് ഹറാമ് തിന്നണം, ഹറാമ് കിട്ടണം. ആരാന്റെ ചോര കുടിക്കണം എന്റെ മക്കൾ എന്ന് ആഗ്രഹിക്കുന്നത് ബുദ്ധിയാണോ, വിവേകമാണോ, തന്റെ ഇടമാണോ? അല്ല.
പമ്പരവിഡ്ഢികളാണ്, മരമണ്ടന്മാരാണ്, പടുവിഡ്ഢികളാണ് ഇൻഷൂർ ചെയ്യുന്നവർ. ഇത് ഈ ജീവിതത്തിന്റെ ഇൻഷുറൻസ് ആണ്. ഈ മരിക്കുന്നത് വരെ, അവർ മരിക്കുന്നത് വരെയുള്ള ഇൻഷുറൻസ് ആണ്. അതോടുകൂടി നമ്മുടെ ജീവിതം എന്താകുന്നു? കുളമാകുന്നു. മക്കൾക്ക് വേണ്ടി ഇൻഷൂർ ചെയ്യുമ്പോൾ, പലിശയുടെ അടിത്തറയിലുള്ള ഇൻഷുറൻസ് ചെയ്യുമ്പോൾ നമ്മളുടെ ജീവിതം പരലോകത്ത് കുളമാകുന്നു, അവരുടെ ജീവിതവും കുളമാകുന്നു. അപ്പോൾ പരലോകത്ത് ചെല്ലുമ്പോൾ ആരാണ് ബുദ്ധിയുള്ളവരായി മാറുന്നത്? സ്വർഗത്തിൽ പോകുന്നവരല്ലേ? സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കിയവരല്ലേ? പലിശ വാങ്ങിയവൻ സ്വർഗത്തിലെത്തുമോ? പലിശ കൊടുത്തവന് ഉന്നതമായ സ്ഥാനം അള്ളാഹു കൊടുക്കുവോ? സ്ത്രീധനം വാങ്ങിയ പിശാചായ മുജാഹിദിന് അള്ളാഹു ഉന്നതമായ സ്വർഗം അതിന്റെ പേരിൽ കൊടുക്കുവോ? സ്ത്രീധനം കൊടുത്ത് മകളെ കെട്ടിച്ച, പങ്ങളെ കെട്ടിച്ച ദുഷ്ടനായ മാതാവിന്, പിതാവിന്, ആങ്ങളക്ക് അള്ളാഹു അതിന്റെ പേരിൽ അനുഗ്രഹം ചൊരിയുമോ? ഇല്ല, ഇല്ല. അപ്പോൾ ആരാണ് ബുദ്ധിയുള്ളവർ? ആരാണ് വിവേകി? ആരാണ് തന്റെ ഇടി? ചിന്തിക്കേണ്ടതുണ്ട്. എന്തിനാ നമുക്ക് അള്ളാഹു ബുദ്ധി തന്നത്? ചിന്തിക്കാനല്ലേ. എന്താ ചിന്തിക്കേണ്ടത്? വരും വരായികളെ പറ്റിയാണ് ചിന്തിക്കേണ്ടത്. നടന്നു പോകുമ്പോൾ ചിന്തിക്കണം. എന്താ ചിന്തിക്കുന്നത്? മുന്നിൽ തടസ്സങ്ങളുണ്ടോ ഇല്ലേ, അല്ലാതെ ചിന്തിച്ച് മേപ്പൊട്ടും കിടക്കലല്ല. എവിടെയാണെന്നറിയാതെ, എങ്ങോട്ടെന്നില്ലാതെ, ഇവിടെയൊന്നുമില്ലാതെ, സ്ഥലകാല ബോധമില്ലാതെ അങ്ങനെ ചിന്തിച്ചിരിക്കുന്നവനാണോ ബുദ്ധിമാൻ? അല്ല. ഒരു വഴിക്ക് നടന്നു പോകുമ്പോ വീഴാതെ, വഴുതാതെ, ചിതറാതെ, വണ്ടികൾ വന്ന് മുട്ടാതെ, ആളുകൾ വന്ന് മുട്ടാതെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നടക്കുന്നവരല്ലേ ബുദ്ധി? ആണ്. അപ്പൊ വരും വരായികളെ പറ്റി ചിന്തിക്കുന്നതാണ് ബുദ്ധി. അതുകൊണ്ട് ഒരിടപാട് ചെയ്യുമ്പോൾ പലിശയാകട്ടെ, കൈക്കൂലിയാകട്ടെ, സ്ത്രീധനമാകട്ടെ, കച്ചവടമാകട്ടെ, വ്യാപാരമാകട്ടെ, വ്യവസായമാകട്ടെ, ചിന്തിക്കണം. ഈ കച്ചവടം ഇഹലോകത്ത് ഉപകാരമാണോ, പരലോകത്ത് ഉപകാരമാണോ? നമുക്കുപകാരമാണോ, മറ്റുള്ളവർക്ക് ഉപകാരമാണോ? ചിന്തിക്കണ്ടേ? വേണം. അതിനാണ് ബുദ്ധി. എങ്കിൽ നമുക്ക് ബുദ്ധിയുണ്ടോ? ഒരു ജോലി കിട്ടുമ്പോൾ പലിശ കണക്കെഴുതുന്ന ഹറാമായ പിശാചിന്റെ ജോലി, ബാങ്കിലെ ജോലി കിട്ടുമ്പോൾ ആലോചിക്കണം, ഇഹലോകത്ത് ഇത് ഉപകാരമാണോ, പരലോകത്ത് ഇത് ഉപകാരമാണോ? ആരാന്റെ കണ്ണുനീരിന്റെ ശമ്പളമാണത്? ആരാന്റെ ചോരയുടെ ശമ്പളമാണത്? ചോര നീരാക്കി അധ്വാനിച്ചതിന്റെ, മറ്റുള്ളവരുടെ അധ്വാനത്തിന്റെ ശമ്പളമാണത്. വേണോ വേണ്ടേ? ആലോചിക്കുകയില്ലേ? ആലോചിക്കും. സ്ത്രീധനം പറഞ്ഞൊരു പുതിയാപ്പിളയെ കിട്ടുമ്പോൾ പെണ്ണെ ആലോചിക്കുക, ഇത് പരലോകത്ത് ഉപകാരമുണ്ടോ, ഇഹലോകത്ത് ഉപകാരമുണ്ടോ? ബുദ്ധി അതിനാണ്. വേണ്ട എന്ന് പറയാൻ സാധിക്കുന്നവളാണ് ബുദ്ധിയുള്ളവൾ. വേണ്ടെന്ന് പറയാൻ സാധിക്കുന്നവളാണ് ബുദ്ധിയുള്ള ഉമ്മ. വേണ്ടെന്ന് പറയാൻ സാധിക്കുന്നവനാണ് ബുദ്ധിയുള്ള വാപ്പയും മോനും. സമൂഹം എന്താ പറയും? നല്ല വാപ്പ മക്കളെയൊക്കെ നല്ല കൊമ്പത്ത് കെട്ടിച്ചു. നല്ല വാപ്പ, സമർത്ഥനായ വാപ്പ പെമ്മക്കളെ നല്ല കൊമ്പത്ത് കെട്ടിച്ചു. ആൺമക്കളെ അമ്മോശന്മാര് മരിച്ചു പോകുമ്പോൾ അതിന്റെ ബാക്കിൽ കുറെ സ്വത്ത് കിട്ടും. നല്ല വാപ്പ വളഞ്ഞോനാണ്, നല്ല സമർത്ഥനാണ് എന്ന് ലോകം പുകഴ്ത്തുന്നു. പരലോകത്തവരുടെ സ്ഥിതി എന്ത് എന്ന് ചിന്തിക്കുക. അപ്പോൾ നമുക്ക് ബുദ്ധിയുണ്ടോ? ഈ ബുദ്ധി അള്ളാഹു തന്നതുകൊണ്ട് വല്ല ഉപകാരവും ഉണ്ടായോ? സാമർഥ്യമുണ്ട്, ചിന്തിക്കാൻ കഴിഞ്ഞു, കണക്ക് കൂട്ടാൻ കഴിഞ്ഞു. ഇപ്പൊ കിട്ടിയില്ലെങ്കിലും ബാക്കിൽ കിട്ടണം. പനി പിടിക്കുമ്പോൾ ഡോക്ടർ പറയും കുളിക്കരുത്. ബുദ്ധിയുള്ള മനുഷ്യന് കുളിക്കൂല. എന്താ കാരണം? ഇപ്പൊ കുളി ഒഴിവാക്കിയാലും നാളെ കുളിക്കാം, മറ്റന്നാൾ കുളിക്കാം, സ്വസ്ഥമായി ശാന്തമായി സുഖമായി ജീവിക്കാലോ എന്നാലോചിച്ചിട്ട് അല്ലേ? ആണ്. ഇത് പരലോകത്തിന്റെ കാര്യത്തിൽ എങ്ങനെ ചിന്തിക്കാതിരിക്കണം? എന്തുകൊണ്ട് ചിന്തിക്കാതിരിക്കണം? അപ്പോൾ നമുക്ക് ബുദ്ധിയുണ്ടോ? ശരി, മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അമലുകൾ അവസാനിക്കരുത്. എന്താ മാർഗം? സദഖത്തുൻ ജാരിയ. ഈ പള്ളി ആരുണ്ടാക്കിയതാ? ഈ കണ്ടു കാണപ്പെട്ട പള്ളികളൊക്കെ ആരുണ്ടാക്കിയതാ? മൂത്രയിക്കാൻ മുട്ടി, നമ്മൊരു പള്ളി കയറി മൂത്രയിച്ചു പോന്നു. എന്താ നമ്മൾ ആലോചിക്കുന്നത്? ഓ, എന്തൊരു മണം! ഇവിടെ മുക്കരിയില്ലേ, മൊല്ലാക്കല്ലേ, ഇമാമില്ലേ, ആലിയരില്ലേ, നാട്ടുകാരില്ലേ എന്നൊക്കെയാണോ ചിന്തിക്കുന്നത്? നിങ്ങൾക്ക് മൂത്രയിക്കാൻ മുട്ടിയപ്പോ അവിടെ ഒരു മൂത്രപ്പരണ്ടായതിനെ പറ്റിയല്ല ചിന്തിക്കുന്നത്, അതിന്റെ ശുക്രല്ല. നന്ദി കെട്ട ജന്തുക്കളാണോ നമ്മൾ? ടാപ്പ് അങ്ങ് തുറന്നപ്പോ വെള്ളം ചീറ്റിയില്ലേ? അതെങ്ങനെ? മോട്ടറിൽ വെള്ളം അടിച്ചിട്ടല്ലേ? മൊല്ലാക്ക സമയത്ത് മോട്ടർ അടിച്ചിട്ടല്ലേ? കറണ്ടിന്റെ ചാർജ് കമ്മിറ്റിക്കാർ കൊടുത്തിട്ടല്ലേ?
മോട്ടർ ഉണ്ടായിട്ടല്ലേ, കിണറുണ്ടായിട്ടല്ലേ.